എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യലാണ്. കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഹരക്ഷയുടെ കാലമാണ്. ദേഹരക്ഷയ്ക്കായിട്ട് നമ്മൾ പല വിധത്തിലുള്ള ഔഷധ സേവയും പലതരത്തിലുള്ള ചികിത്സാ രീതികളും ചെയ്യാറുണ്ട്. ഈ ഒരു മാസത്തില് നമുക്ക് മുമ്പുണ്ടായിരുന്ന അസുഖങ്ങൾ വരെ വീണ്ടും തിരിച്ചെത്തുന്ന ഒരു മാസം കൂടിയാണ്. ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുകൊണ്ടും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാറുമുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവ വട്ടയപ്പമാണ്. ഈ ഒരു വട്ടയപ്പം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ നടുവിനുണ്ടാവുന്ന അസ്വസ്ഥതകൾക്കും കൈകാലുകൾ വേദന, ഷുഗർ, കൊളസ്ട്രോള്, ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ആ ഉലുവ വട്ടയപ്പം തയ്യാറാക്കാനുള്ള അരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഇതിനായിട്ട് 300 ഗ്രാം അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 2 വട്ടയപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അരി പാത്രത്തിലേക്ക് മാറ്റിയാൽ ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കാം. അതിനുശേഷം അരി നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. നാളെ രാവിലത്തേക്കാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിയിൽ അരി കുതിർത്തിയെടുക്കാവുന്നതാണ്. ഇനി വൈകിട്ടത്തേക്ക് കഴിക്കാനാണെങ്കിൽ രാവിലെ തന്നെ അരി കുതിർത്തിയെടുത്താലും മതിയാകും. ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരം അരി കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി കുതിർത്തിയ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് ഈ അരി ഒറ്റത്തവണ കൊണ്ട് തന്നെ അരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയത് ചേർക്കണം. നാളികേരത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ഏലക്ക ചേർക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര പാനിയാണ് ചേർക്കേണ്ടതും. 300 ഗ്രാം അളവിൽ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടതും. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തരിതരിപ്പായിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ടും. നിങ്ങൾക്ക് ഉലുവ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെ പഞ്ഞി പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിലേക്ക് അവിലോ ചോറോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3/4 ഗ്ലാസോളം ശർക്കര പാനി ഒഴിച്ചാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അരച്ചെടുത്തിട്ടുള്ള മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 2 വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മാവ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷവും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അരച്ച ഉടനെ തന്നെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അരച്ച ഉടനെ തന്നെയാണ് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. ഇനി വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായ ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവിപ്പാത്രത്തിന്റെ ഉള്ളിൽ ഒരു എണ്ണ തടവിയ ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള മാവ് പകുതി ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വട്ടയപ്പം അധികം കട്ടിയായിട്ട് ഉണ്ടാക്കി എടുക്കരുത്. പകുതിയോളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തിയതിനു ശേഷം പാത്രം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതുപോലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതും. 15 മിനിറ്റ് കൊണ്ട് വട്ടയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ എന്നറിയാനും വേണ്ടിയിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തിയും കൂടെ നോക്കുന്നുണ്ട്. കുത്തി നോക്കുമ്പോൾ ഈർക്കിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുവാണെങ്കിൽ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ്. ഇനിയിപ്പോ വെന്ത് വന്നിട്ടുള്ള വട്ടയപ്പം നമുക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത വട്ടയപ്പവും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു പ്ലേറ്റിലേക്ക് നെയ്യാണ് കേട്ടോ പുരട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചക്കരയും ചേർക്കാവുന്നതാണ്. അങ്ങനെ വീണ്ടും പാത്രം ചൂടായി വന്നപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവ് മുഴുവനും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ മാവെല്ലാം ഒന്ന് നിർത്തിയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. വീണ്ടും നമ്മുടെ വട്ടയപ്പം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വട്ടയപ്പവും നമുക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോ ഇതിന്റെ ചൂടൊന്ന് ആറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഒന്ന് വിട്ട് കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് അടർത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വട്ടയപ്പം വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതും. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇതിലേക്ക് ചോറ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കഴിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ചോറൊന്നും തന്നെ ചേർത്തിട്ടില്ല. അങ്ങനെ 2 വട്ടയപ്പവും ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ പല പാചകങ്ങളിലും നമ്മൾ ഉലുവ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉലുവയിൽ ധാരാളമായി അടങ്ങിയിട്ടുമുണ്ട്. ഈ ഒരു ഉലുവയിൽ ധാരാളം ഫൈബർ
കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കാനും സാധിക്കുന്നു. പ്രഷർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ ഉലുവ വളരെ തന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലമുടി വളർച്ചയ്ക്കും വളരെ തന്നെ ഉത്തമമാണ്. നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാനായിട്ട് കുറച്ച് തൈരിലോ പാലിലോ ഉലുവ അരച്ച് തേക്കുന്നതും വളരെ തന്നെ ഉത്തമമാണ്. ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഉലുവ വെച്ചിട്ട് ഇതുപോലൊരു ഹെൽത്തി വട്ടയപ്പം എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.